ഈ പെൻഷന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അപ്പൊ ഹാപ്പി തന്നെയാണ്. അപ്പൊ ഇത് രണ്ട് ആശമാരാണ്, ഒന്ന് ബീന ചേച്ചി, ഒന്ന് ബിന്ദു ചേച്ചി. ഇവർ പറഞ്ഞത് കേരളത്തിലെ എല്ലാ ആശമാരുടെയും ശബ്ദം തന്നെയാണ്. നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ രോഗികളെയും ഗർഭിണികളെയും ഒക്കെ അവരുടെ സമയം മാറ്റി നിർത്തി നോക്കുന്നവരാണ്. അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ അവരുടെ ഓണറേറിയം കൂട്ടിയതിലുള്ള വലിയ സന്തോഷമാണ് അവരുടെ മുഖത്ത്. അപ്പൊ ഇനിയിപ്പം എന്താണ്, എവിടെയാണ് ഡ്യൂട്ടി? കഞ്ഞിയായിരുന്നു ഞാൻ കയറിയ സമയത്തുള്ള. പക്ഷെ ഇപ്പോഴത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട ഫുഡാണ് കൊടുക്കുന്നത്. ബിരിയാണി ഉൾപ്പെടെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഫുഡ് നമുക്ക് മെനു തന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഇപ്പോൾ കഞ്ഞി എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമുക്ക് മെനു വിവിധ തരത്തിലാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡാണ്. നമ്മുടെ അംഗൻവാടി വർക്കർ എന്ന് പറയുന്ന ടീച്ചർമാർക്ക് അടുത്ത കാലഘട്ടത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും പുതിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതി അനൗൺസ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ 10 ലക്ഷം പേരാണ് ഇതിന് അപ്ലൈ ചെയ്തത്. സാധാരണ മറ്റ് ക്ഷേമ പെൻഷനുകളൊന്നും ഇല്ലാത്ത ഗുണഭോക്താക്കളായ 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, ട്രാൻസ്ഫോമിന് ഉൾപ്പെടെ ഇതിന് അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ ഏരിയയിൽ ഈ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഒരു ചേച്ചിയുടെ വീടുണ്ട് കേട്ടോ. നമുക്ക് അവരൊന്ന് പോയി കാണാം. ഇതാണ്. നമസ്കാരം. കൊല്ലൊക്കെ തേപ്പ് കഴിഞ്ഞല്ലേ? പണിക്കിറങ്ങാം. എന്താ ജോലി? ഓട്ടോ. ഇത്രയില്ലേ അസുഖത്താ? ഞാൻ അങ്ങോട്ട് പോയതും കണ്ടിട്ട് വരാം. ശരി. ഇത്തോ എവിടെ നിൽക്കണത്? ഇവിടെ ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടല്ലേ? ഞാൻ കാക്ക കണ്ടിരുന്നു. ഈ പെൻഷന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ഏതിന്റെ? ഒക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തരെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇക്കൊക്കെ ഓട്ടോ. ഓട്ടോ. അപ്പൊ ആ വരുമാനമേ ഉള്ളൂ. അപ്പൊ ഇനി എന്നാ അപ്പൊ എന്തായിരുന്നാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ആശ്വാസമാവും. തന്നെയാണ്. അപ്പോ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഇത്തേ പോലുള്ള മറ്റ് ക്ഷേമ പെൻഷനുകളൊന്നും ഗുണഭോക്താക്കളല്ലാത്ത 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഇത് ഒരു സന്തോഷം. ഇതുപോലെ സന്തോഷമുള്ള ഒരു അമ്മയുടെ മുഖവുമായി നമുക്ക് വേറൊരു സ്ഥലത്ത് ഒന്നുകൂടെ. ശരി. മോളെ പേരെന്ത്? അൻസി. അമ്മയുടെ പേര് സൗമ്യ. അമ്മയെ കാണാൻ വന്നത്. വിളിച്ചേ ചേച്ചി. സൗമ്യ ചേച്ചി നമസ്കാരം. സൗമ്യ ചേച്ചി ഈ പെൻഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നല്ലേ? പിന്നെ അടുക്കളയിൽ പണിയായിരുന്നു. മക്കൾക്കൊക്കെ പോകണം, അതുകൊണ്ട്. മക്കളെ ഏതൊക്കെ ക്ലാസ്സിൽ പഠിക്കണേ? ഡിഗ്രിക്ക് പഠിക്കണേ രണ്ടുപേരും. ചേട്ടൻ എന്ത് ജോലി? കൂലിപ്പണിയാണ്. എല്ലാ ദിവസവും കൊണ്ടാ കൂലിപ്പണി? ഇല്ല. അപ്പൊ ഈ പെൻഷൻ കിട്ടുമ്പോ എന്തൊക്കെയാണ് പദ്ധതികള്? ഇങ്ങോട്ട് നിക്കി. എന്തൊക്കെ പ്ലാനിങ്? മക്കള് പഠിക്കണ മരുന്നുകളെല്ലാം വാങ്ങിക്കാൻ ആവശ്യമുണ്ട്. പിന്നെ എപ്പോഴും പണിയൊന്നും കാണൂല ചേട്ടന്. അത്യാവശ്യം ഇനിയിപ്പോ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയും കാണും. മക്കൾ രണ്ടുപേരും കോളേജിൽ പഠിക്കുകയാണ് അല്ലേ? രണ്ടുപേരും ഡിഗ്രിക്ക് പഠിക്കണം. അപ്പൊ അതിന്റെ ചെലവുകളുണ്ട്. അപ്പൊ ശരി ചേച്ചി. ആൻസി ഓട്ടോടെ. ഓക്കെ ബൈ. ഇതാണ് അനിയത്തി എന്ന് പറഞ്ഞത്, ഡിഗ്രിക്ക്. ഓക്കെ. ഇത് സൗമ്യേച്ചി. സൗമ്യേച്ചിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടുപേരും പഠിക്കുന്ന കുട്ടികളുമാണ്. അപ്പോ സൗമ്യേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേട്ടന് കൂലിപ്പണിക്കാരനാണ്. എല്ലാ ദിവസവും ചില പണി കാണണമെന്നുമില്ല. ഞാനിപ്പോ ചോദിച്ചു ചേച്ചിയോട്, ചേച്ചി എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? അപ്പൊ ചേച്ചി ജോലിക്ക് പോകാൻ പറ്റിയ ഒരു ശാരീരിക അവസ്ഥയിലും അല്ല. അപ്പൊ അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസയെങ്കിലും ഈ പദ്ധതി പ്രകാരം കിട്ടുന്ന 1000 രൂപ ഉപകാരപ്പെടും. ഇത് സൗമ്യേച്ചിയുടെ കാര്യം. അപ്പൊ അവർക്ക് എന്തുകൊണ്ടും അനുഗ്രഹമായിരിക്കും നമ്മുടെ സർക്കാരിന്റെ പുതിയ ഈ പദ്ധതി. നമസ്കാരം. മീനാക്ഷി, നിങ്ങൾ അന്വേഷിച്ച് ഞാൻ അവിടെ വന്നപ്പോഴാണ് വീട്ടിൽ എന്ന് പറഞ്ഞ ഇവിടെ ഇങ്ങോട്ട് വന്നു. ഞാൻ കുറച്ച് വീടുകളിൽ രാവിലെ ഇറങ്ങിയിട്ട് 10-15ഓളം വീടുകളിൽ വിസിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ട്. അപ്പൊ ആ പേഷ്യന്റിനെ കാണാനായിട്ട് വന്നതാണ് ഞാൻ. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? ഞാൻ 7 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി. നമുക്ക് പ്രധാനം എന്ന് പറയുന്നത് കിടപ്പ് രോഗികള്, ഗർഭിണികള്, കുട്ടികൾക്കുള്ള വാക്സിനേഷൻ. അപ്പൊ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം പോയി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ആശാ വർക്കർക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വീണ്ടും ഞങ്ങൾ സർക്കാർ 1000 രൂപ കൊണ്ടു തന്നു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ഞങ്ങൾക്ക് ആദ്യം 100 രൂപയിൽ തുടങ്ങിയ ഓണററിയാണ് നമ്മുടെ ഈ സർക്കാർ വന്നതിന് ശേഷം വളരെയധികം വർധനവോടുകൂടി 8000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഓണററിയാണ് നമുക്ക് വാങ്ങിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾക്ക് ഇൻസെന്റീവ് പ്ലസ് ഇൻസെന്റീവ് കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരാൾക്ക് എത്ര രൂപയ്ക്ക് പുറത്ത് വാങ്ങുന്ന ആശമാരുണ്ട്. ബീന ചേച്ചി എത്ര രൂപ വാങ്ങുന്നുണ്ട്? എനിക്ക് ഈ മാസം 15000 രൂപ കിട്ടിയിട്ടുണ്ട്.
മറ്റു ആശാ വർക്കർമാരൊക്കെ ഇൻസെന്റീവും കൂടെ. അപ്പൊ എല്ലാ മാസവും മറ്റുള്ള ആശാമാർക്കും അതേപോലത്തെ ഓണററിയും ഇൻസെന്റീവും വരുന്നുണ്ട്. കാരണം ഇൻസെന്റീവ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതനുസരിച്ചുള്ള ഇൻസെന്റീവാണ് ഓരോ ആശാമാർക്കും കിട്ടുന്നത്. ഞാൻ മാത്രമല്ല, എന്റെ വാർഡിൽ ഒരു ആശാപ്രവർത്തക കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരു വാർഡിൽ 2 ആശാമാരാണ് വർക്ക് ചെയ്യുന്നത്. നമസ്കാരം. അപ്പൊ ബിന്ദു ചേച്ചിയാണ് ബീനേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ശരി. ഇപ്പൊ എന്താണ് സന്തോഷം? നമുക്ക് ഓണററിയും കൂട്ടിയിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. അത് നമുക്ക് ഫീൽഡിൽ ധാരാളം ജോലിയുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഓണററിയും കൂട്ടിയപ്പം നല്ലൊരു ആശ്വാസമാണ്. പ്ലസ് ഇൻസെന്റീവ് ഉണ്ട്, 3000 രൂപ ഇൻസെന്റീവ് ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ബിന്ദു ചേച്ചി എത്ര രൂപ വാങ്ങും? എല്ലാം കൂടി അത് 13,500 14,000 അപ്പൊ എല്ലാ ആശമാരും അത്യാവശ്യം അത്രയും പൈസ കിട്ടുന്നുണ്ട്. കൂടുതൽ കിട്ടുന്നവരും ഉണ്ട്. അപ്പൊ ഹാപ്പി തന്നെയാണ്. ഹാപ്പിയാണ്. അപ്പൊ ഇത് 2 ആശമാരാണ്, ഒന്ന് ബീന ചേച്ചി, ഒന്ന് ബിന്ദു ചേച്ചി. ഇവർ പറഞ്ഞത് കേരളത്തിലെ എല്ലാ ആശമാരുടെയും ശബ്ദം തന്നെയാണ്. നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ രോഗികളെയും ഗർഭിണികളെയും ഒക്കെ അവരുടെ സമയം മാറ്റി നിർത്തി നോക്കുന്നവരാണ്. അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ അവരുടെ ഓണറേറിയം കൂട്ടിയതിലുള്ള വലിയ സന്തോഷമാണ് അവരുടെ മുഖത്ത്. അപ്പൊ ഇനിയിപ്പം എന്താണ്, എവിടെയാണ് ഡ്യൂട്ടി? ഇനി അടുത്ത വീട്ടിലോട്ട് പോകണം. അടുത്ത് ഇത് വഴി പോകും. ശരി, ഓക്കെ. അപ്പൊ ബീനേച്ചിക്ക് എനിക്ക് എന്റെ അമ്മയുണ്ട്, ആ അമ്മയെ കാണാനായിട്ട് പോകണം. നമ്മളും കൂടെ വന്ന കുഴപ്പമില്ല. ശരി, പോവാ. നമസ്കാരം അമ്മ. വേദന എനിക്കുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പോയി കുറെ മരുന്നുകളൊക്കെ തന്നു. ഇപ്പൊ ഈ ആശാവർക്കർമാരെ പറയുന്നത് പോലെ തന്നെ ഇത് അങ്ങേറ്റം കേൾക്കണമെന്നുള്ളതാണ്. ശരി. ഓക്കെ. പിന്നെ ഇവിടെ ആവശ്യത്തിന് വരെയും വന്ന് നോക്കുകയും അന്വേഷിക്കുകയും പറയും. ഇവിടെ ഉള്ള ആളുകൾക്ക് 100 നാവാണ് ബീന ചേച്ചിയെ കുറിച്ച്. അങ്ങനെ ബീന ചേച്ചിമാരെ പോലുള്ള ആശാ വർക്കർമാരുടെ ആശയ്ക്കനുസരിച്ച് അവരുടെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരള സർക്കാർ മുമ്പിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. നമസ്കാരം. നടക്കട്ടെ. പറയണം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ നമ്മുടെ ഒരുപടി മുന്നോട്ട് ഉയർത്തുന്നതിന് വേണ്ടി കൈത്താങ്ങുന്നതായിട്ടാണ് നമുക്ക് 1000 രൂപ ഇപ്പൊ മാസാമാസം തന്നുകൊണ്ടിരിക്കുകയും ഇപ്പൊ ജനുവരിയിൽ വരും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഈ 1000 രൂപ എടുത്ത് ADS വാർഡ് മെമ്പറിനോ CDS എടുത്ത് ദൂർത്തടിക്കുകയോ ചെലവഴിക്കുകയോ ചെയ്യേണ്ടതല്ല. അതിന്റെ മീൻസ് ചെലവഴിക്കുന്നതിന്റെ റിസീപ്റ്റ് എല്ലാം മാസാമാസം എനിക്ക് കുടുംബശ്രീ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദീപ്തി ചേച്ചി, ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബശ്രീ ഈ സാമ്പത്തിക ശാക്തീകരണത്തിൽ എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട്? ധാരാളം പങ്ക് വഹിച്ചു. കാരണം ഈ കുടുംബശ്രീ തുടങ്ങുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് ഒരു 10 രൂപ കയ്യിലെടുക്കാനുള്ള ഒരവസ്ഥ ഇല്ലായിരുന്ന കാലവും നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്തെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയുമായി. കാരണം അന്ന് എന്ത് പരിപാടികൾക്ക് പോകുന്നത് പുരുഷന്മാരായി, സ്ത്രീകൾ വീട്ടിന്റെ അടുക്കളയിൽ ഒരുക്കിക്കൂടുന്നവരായി. വളരെ വിദ്യാഭ്യാസം ഉള്ളവരെന്തെങ്കിലും തൊഴിൽ കിട്ടിയവർ മാത്രമാണ് പോകുന്നത്. വള്ളിൻ്റെത്തോന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ തോറ്റ നമ്മള് മേസിന് ഏറ്റവും കൂടുതൽ കുറച്ച് മാർക്കിട്ടേ ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും കണക്കെഴുതാൻ കഴിയുന്നത് കുടുംബശ്രീ വഴിയാണ്. കാരണം സാമ്പത്തികശ്രീ ഇന്ന് 20 ലക്ഷം രൂപ ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ട്. ആ 20 ലക്ഷം രൂപയുടെ കണക്കുകൾ അയൽക്കൂട്ടത്തിന് തന്നെ ഇപ്പോൾ ഓരോരുത്തരുടെ സമ്പാദ്യം 50,000 കഴിഞ്ഞ വ്യക്തിഗത 50,000 വരെ എത്തിയ അംഗങ്ങളുണ്ട്. അപ്പൊ ആ 20 പേരുടെ സമ്പാദ്യം അവിടെ എത്രയായിട്ടുണ്ടാവും? അത് ലോണ് കൊടുക്കുക, ഇൻട്രസ്റ്റ് വാങ്ങുക, ഇതെല്ലാം കണക്ക് ചെയ്യുന്നത് നല്ലവണ്ണം മേസ് അറിയാവുന്ന ഒരാളാണ്. പഠിത്തത്തിൽ മേസിന് താഴോട്ട് നിന്നവരും ആ നിലയിൽ എത്തിച്ചേരാൻ കഴിയുന്ന കുടുംബശ്രീ വഴിയാണ്. ഈ കുടുംബശ്രീയുടെ ഗ്രാൻഡ് ഇപ്പൊ വർദ്ധിപ്പിച്ചല്ലോ. അപ്പൊ ഗ്രാൻഡ് കുറഞ്ഞ സമയത്തുള്ളതും ഇപ്പൊ കൂട്ടിയ സമയത്തുള്ള ഒരു മാറ്റം എങ്ങനെയാണ് ചേച്ചി? ആദ്യം 5000 രൂപ വെച്ചാണ് ജില്ലാ മിഷനിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ആ 5000 രൂപയ്ക്ക് കുറച്ച് 1-2 സംരംഭകർക്ക് വളർത്താനേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ 15,000 രൂപയായി. അപ്പൊ കുറച്ച് കൂടുതൽ അംഗങ്ങളെ ഇപ്പൊ ഈ ഗ്രാൻഡ് പോലെ കൊടുത്ത് അവർക്കിത് ചെയ്ത് പൈസ തിരിച്ചടയ്ക്കാൻ കുടുംബശ്രീ വളർത്തിക്കൊണ്ടുവരാനും ഈ ഇത്രയും പൈസ കൂട്ടിയതിലൂടെ കഴിയുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ, നമുക്ക് ഇപ്പൊ സർക്കാരിൽ നിന്നും കുടുംബശ്രീക്ക് കിട്ടിയ പുതിയ ഗ്രാൻഡുകൾ ഏതൊക്കെയാണ്? VRF, RF, മാച്ചിങ് ഗ്രാൻഡ്, പിന്നെ ME ഗ്രാൻഡ് ഉണ്ട്, JLG ഗ്രാൻഡ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഗ്രാൻഡുകൾ ഇതിന്റെയൊക്കെ ഇത് നേരത്തെ നിന്നും ഇപ്പൊ കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രവർത്തനം മൂലം തന്നെ കൂടി പ്രവർത്തനങ്ങളുള്ള അയൽക്കൂട്ടങ്ങൾക്ക് ഇത് കൊടുക്കുള്ളൂ. പ്രവർത്തനം അപ്പൊ ഒന്നിനൊന്നിന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രാൻഡുകൾ കൊടുക്കുന്നത്. അതിപ്പം മുൻപത്തെക്കാൾ കൂടുതലായിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീയുടെ മേലോട്ട് തന്നെ ലിങ്കേജ് വായ്പകൾ കൊടുത്തു വരുന്നുണ്ട്. അതാദ്യം 5 ലക്ഷം കൊടുത്തത് ഇപ്പൊ 10 ആയി, 15 ആയി, 20 ലക്ഷം വരെ ഉണ്ട്. നമ്മുടെ വാർഡുകളിലും പല അയൽക്കൂട്ടാംഗങ്ങളും ലിങ്കേജ് വായ്പ എടുക്കുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്. നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന് സർക്കാരിന്റെ ഒരു കരുതൽ എങ്ങനെയാണ്?
വളരെ നല്ല രീതിയിലാണ് സർക്കാർ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നത്. ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ വിനിയോഗിച്ച് എത്രത്തോളം കുടുംബശ്രീയെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ അത്രയും വളർത്തിക്കൊണ്ടുവരാൻ വേണ്ട എല്ലാ കരുതലുകളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട്. പേര് സുജ, ADS-ന്റെ പ്രസിഡന്റാണ്. സുജയാണ് പേര്. കുടുംബശ്രീയുടെ വളർച്ച എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 25 വർഷം കൊണ്ട് താഴ്ത്തട്ടിൽ നിന്നവരെ നമ്മുടെ മുകൾ തട്ടിലോട്ട് കൊണ്ടുവരാൻ കുടുംബശ്രീയെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. എന്റെ ഇടതും വലതും ഇരിക്കുന്ന അമ്മമാരും സഹോദരിമാരും വളരെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇവരുടെ സന്തോഷത്തിന് പിന്നിൽ ഒരു മഹാപ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് കുടുംബശ്രീ. ഈ കുടുംബശ്രീയെ അങ്ങേയറ്റം കരുതലോടെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. ഗ്രാൻഡായും ഫണ്ടായും പല പദ്ധതികളായി. അതുകൊണ്ട് നമ്മള് മലയാളിക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് കുടുംബശ്രീ. ആ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം കരുതലോടുകൂടി മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ സർക്കാർ. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഈ അംഗനവാടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏതാണ്ട് 33,000-ലധികം അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളിലുള്ള ഈ പോഷകാഹാരക്കുറവില്ലേ, അതിനെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ അമ്മമാരുടെ ആരോഗ്യം പരിപാലിക്കുന്ന, പ്രീ സ്കൂളിംഗ് അതിനെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഈ അംഗനവാടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടിയെ നമുക്ക് നേരിട്ട് കാണാം. അവിടുത്തെ വർക്കേഴ്സിനെ കാണാം, ഹെൽപ്പറിനെ കാണാം, പിന്നെ നമ്മുടെ കുരുന്നു കുട്ടികളെ കാണാം, അവർക്ക് മിഠായി കൊടുക്കുക, പിന്നെ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നേരിട്ട് തന്നെ ബോധ്യപ്പെടാം. ഓക്കെ, വരും. ഹലോ, ഹായ് ഹായ് ഹായ്, താങ്ക് യു പറയൂ, താങ്ക് യു പറയൂ, താങ്ക് യു. വെൽക്കം. ഓക്കെ, വെൽക്കം. താങ്ക് യു പറയും മക്കളെ. ഓക്കെ, വെൽക്കം. അപ്പൊ നമ്മുടെ അംഗനവാടിയിലാണ്, നമ്മുടെ കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഹായ് പറയൂ അങ്കിളിന്. ഹായ് 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 പറയൂ. ഇവിടെ നമ്മുടെ ടീച്ചറുണ്ട്. ഓക്കെ, നമ്മുടെ ചേച്ചിയുണ്ട്. പിന്നെ ചേച്ചിയുണ്ട്. അപ്പൊ ഇരിക്കണം ടീച്ചറെ, 2 വർത്തമാനം പറഞ്ഞിട്ട് പോവാ. ഈ നമ്മുടെ ടീച്ചറാണ്. ഈ ടീച്ചറെ അംഗൻവാടി ടീച്ചർമാരല്ല, അംഗൻവാടി വർക്കർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ടീച്ചറെ എന്ന് അങ്ങ് വിളിച്ചു പോകണേ കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ടീച്ചർമാർ ആരാണെന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് അംഗനവാടി LP UP വരെയാണ്. ബാക്കിയൊക്കെ നമ്മളൊന്ന് ഗൈഡ് ചെയ്താണ്. അപ്പൊ അത്രയും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാധാന്യമുള്ള ആളാണ് അല്ലേ. അപ്പൊ ഈ അംഗനവാടി പണ്ടും ഇപ്പോഴും ഉള്ളൊരു താരതമ്യം ഒന്ന് നടത്തി വെക്കേ. മുമ്പത്തെ സൗകര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കുടിലുകളിലും ചെറിയ വരാന്തകളിലും ആയിട്ടാണ് അംഗൻവാടി പ്രവർത്തിച്ചത്. ഇപ്പോഴാണെങ്കിൽ ഏറ്റവും മിച്ചപ്പെട്ട എല്ലാ ഭൗതിക സൗകര്യങ്ങളാണെങ്കിൽ ഒരു വീട് ഫുള്ളായിട്ട് എടുത്തിട്ടാണ് അംഗൻവാടികൾ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത്. കേരള ഗവൺമെന്റ് ഒരു നിർദ്ദേശം തന്നെയാണത്. പിന്നെ കുട്ടികളുടെ ഭക്ഷണം, മുന്നേ ഉള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അരിയും പയറും കൂടെ ഇട്ടുള്ള കഞ്ഞിയായിരുന്നു ഞാൻ കയറിയ സമയത്തുള്ള. പക്ഷെ ഇപ്പോഴത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട ഫുഡാണ് കൊടുക്കുന്നത്. ബിരിയാണി ഉൾപ്പെടെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഫുഡ് നമുക്ക് മെനു തന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഇപ്പോൾ കഞ്ഞി എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമുക്ക് മെനു വിവിധ തരത്തിലാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡാണ്. നമ്മുടെ അംഗൻവാടി വർക്കർ എന്ന് പറയുന്ന ടീച്ചർമാർക്ക് അടുത്ത കാലഘട്ടത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ കയറിയ സമയം തന്നെ നമുക്ക് 5,000 രൂപ ഒരുമിച്ച് കൂട്ടിയിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം 1,000 രൂപ കൂടി നമുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലാണ് നമുക്ക് ഇത്രയും സാലറി ഓണററി ഉള്ളത്. അത് മാത്രമല്ല, നമുക്ക് പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത് നമ്മുടെ കേരള ഗവൺമെന്റ് ആണ്. വേറെ സംസ്ഥാനങ്ങളൊന്നും അങ്ങനെ ഇല്ല. വർക്കേഴ്സിന് 14,000 രൂപയും ഹെൽപ്പേഴ്സിന് ഇപ്പൊ നമ്മളോടൊപ്പം തന്നെ 1,000 രൂപ അവർക്കും കൂട്ടിയിട്ടുണ്ട്. അവർക്കും 10,000 രൂപയായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ അംഗനവാടി ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഹെൽപ്പേഴ്സിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. നേരത്തെ നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അംഗനവാടി വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും നമ്മുടെ സർക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. നടന്നാട്ടെ പൂയിൻകൊമ്പിലിരുന്നാട്ടെ
ഈ വർഷത്തെ ഏറ്റവും നല്ല അംഗനവാടിക്കുള്ള ഏറ്റവും നല്ല അംഗനവാടി ടീച്ചറിനുള്ള അവാർഡ് നേടിയ ഒരു അംഗനവാടിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി നമുക്ക് അവിടുത്തെ കുരുന്നുകളെ കാണാം, ടീച്ചറിനെ കാണാം, ഹെൽപ്പറിനെ കാണാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. മികച്ച അംഗൻവാടിക്കുള്ള അവാർഡും മികച്ച വർക്കറിനുള്ള അവാർഡും രണ്ടും കൂടെ ഒരുമിച്ച് നേടിയ ഒരു സ്ഥാപനമാണിത്. പേര് സന്ധ്യ രവീന്ദ്രൻ. സന്ധ്യ ടീച്ചറാണ്. ഇത് ഇവിടുത്തെ സ്മാർട്ട് അംഗൻവാടിയാണ്. അതെ, കാട്ടാക്കട പഞ്ചായത്തിലെ ഒരേ ഒരു സ്മാർട്ട് അംഗൻവാടി. പിന്നെ ഇപ്പൊ സ്മാർട്ടായിട്ട് അംഗൻവാടികൾ കുറെ ഉണ്ട്. എന്നാലും ഫസ്റ്റിലെ നമുക്ക് വന്ന മാതൃകാ അംഗൻവാടി എന്ന് തന്നെ പറയാം. കാട്ടാക്കട പഞ്ചായത്തിലാണെങ്കിൽ 38 അംഗൻവാടിയും സ്വന്തം സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിലാണ് കാട്ടാക്കട പഞ്ചായത്ത് എല്ലാ കെട്ടിടങ്ങളും സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ടെറസ് കെട്ടിടങ്ങളായി. 2 നിലയുള്ള ബിൽഡിങ്ങുകളുണ്ട്, ഫസ്റ്റ് ഒറ്റ നിലയുള്ള ബിൽഡിങ്ങുകളുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് സർക്കാർ. നിങ്ങൾക്കുള്ള ഒരു ആനുകൂല്യം കൂടെ പറയണം. ഞങ്ങൾക്ക് 600 രൂപയിലും കയറിയ ഞങ്ങളാണ്. സ്റ്റാർട്ടിങ് 600 രൂപ കയറിയതാണ്. ഇപ്പൊ ഇരിക്കുന്ന സർക്കാർ നമുക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പൊ 13,500 രൂപ വരെ ഞങ്ങൾ വാങ്ങുന്നുണ്ട്. വർക്കർമാര് ഹെൽപ്പർമാർ 9,000 രൂപ വരെ വാങ്ങുന്നുണ്ട്. തുച്ഛമായ സാലറിയിൽ നിന്ന് ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും എന്ന് വെച്ചാൽ ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട അംഗൻവാടി പ്രവർത്തകർക്ക് ഞങ്ങളുടെ സർക്കാർ തരുന്ന ഇത് വളരെ ഒരു നേട്ടം തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടത്തെ ഹെൽപ്പർ. പിന്നെ ഷൈരി, ഇപ്പൊ ഈ തൊഴിലിൽ കയറിയിട്ട് എത്ര കാലമായി? ഇപ്പൊ നേരത്തെ 3 മാസം വേറൊരു അംഗൻവാടിയിലാണ് ഇരുന്നത്. ശരി. സ്ഥിരം കിട്ടിയപ്പോ ഇവിടെ ആയിരുന്നു. ഓ, അപ്പൊ നിങ്ങളുടെ ഈ ഓണറേറിയൊക്കെ വർദ്ധിപ്പിച്ച കാര്യം സന്തോഷമുണ്ട്. അപ്പൊ വീട്ടിലാരൊക്കെയാണ്? വീട്ടില് ഭർത്താവിന് 8 മക്കൾ. ആ ഭർത്താവിന്റെ ജോലി? ഭർത്താവിനിപ്പം ജോലി ഇല്ല. അപ്പൊ നമ്മുടെ ഈ വരുമാനം കൊണ്ട് വേണം കുടുംബം കഴിയും. എത്ര മക്കളാണ്? 2 പേര്. ഏതൊക്കെ ക്ലാസ്സിലായി? ഒരാൾ IT കഴിഞ്ഞു, ഒരാള് ശരി. അപ്പൊ 2 മക്കളെയും വളർത്തുന്നത് ഇതിന്റെ ഒരു ഇതിൽ തന്നെയാണ്. അപ്പൊ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അപ്പൊ അത് കൂട്ടിയപ്പോ എന്ത് തോന്നി? കൂട്ടിയപ്പോ വളരെ സന്തോഷം. ഇനി നമ്മളോടൊപ്പം ഉള്ളത് അംഗൻവാടി ടീച്ചർ എന്ന് നമ്മൾ സ്നേഹപൂർവ്വം പറയുന്ന അംഗൻവാടി വർക്കർ ബിന്ദു ടീച്ചറാണ്. നമസ്കാരം. നമസ്കാരം. എവിടെയാണ്? നെല്ലിക്കാട്, കാട്ടാക്കട പഞ്ചായത്തില് 8th വാർഡില് നെല്ലിക്കാട് അംഗൻവാടിയിലാണ്. എത്ര കാലമായി ടീച്ചർ? ഞാൻ 22 വർഷമായി. 22 വർഷം സർവീസ് ആണ്. 22 വർഷം സർവീസ്. ഞാൻ 800 രൂപയിൽ കയറിയതാണ്. 800 രൂപയിൽ കയറി കുറെ നാള് സമരം ചെയ്തു. അങ്ങനെയായി ഏകദേശം ഒരു 5,000 രൂപ. അത് കുറച്ച് വർഷം ഞങ്ങൾ 5,000 രൂപയിൽ കിടന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം ഈ 9 വർഷത്തിനിടയ്ക്ക് ഈ 5,000 രൂപയിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പോ 13,500 കയ്യിൽ കിട്ടുന്നത്. ഇപ്പൊ ഒരു 1,000 രൂപ കൂട്ടി ഉൾപ്പെടെ 14 ഞങ്ങളുടെ ബേസിക് സാലറി 14. അപ്പൊ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിന് അപ്പൊ ഞങ്ങൾക്ക് ആ 5,000 രൂപ എന്നുള്ളത് കാരണം എന്റെ ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് ആക്സിഡന്റ് ഒക്കെ ആയി കിടന്ന സമയമാണ്. ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരുന്നു. ഈ 5,000 രൂപ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ആശുപത്രി ചെലവ് നോക്കണം, ഞങ്ങളുടെ കുടുംബകാര്യം നോക്കണം, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം നോക്കണം. ആ സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ചെന്ന് ഒരു ധൈര്യപൂർവ്വം ഒരു 1,000-2,000 രൂപ കടം വാങ്ങിയാൽ ഞങ്ങൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങളുടെ സർക്കാർ തന്നിട്ടുണ്ട്. അപ്പോ എല്ലാ നമ്മുടെ അംഗൻവാടി ടീച്ചർ അല്ലെങ്കിൽ വർക്കർമാർ ഹെൽപ്പർമാരുടെ ഒക്കെ പ്രതികരണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതാണ്ട് കേരളത്തിൽ മാത്രം 33,000-ൽ പരം അംഗനവാടികളുണ്ട്. ആ അംഗനവാടികളെയൊക്കെ നമ്മുടെ വർക്കർമാർ അല്ലെങ്കിൽ ടീച്ചർമാർ കുട്ടികളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് പോലെയാണ് കേരള സംസ്ഥാനം ഈ അംഗൻവാടികളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. സ്ത്രീകളുടെ വികസന മുന്നേറ്റങ്ങളിൽ ചരിത്രം എഴുതിക്കൊണ്ടാണ് കേരള സർക്കാർ സ്ത്രീ സൗഹൃദ നവകേരള കെട്ടിപ്പടുക്കുന്നത്. സ്ത്രീ ശാക്തീകരണം ഒരു പദ്ധതിയല്ല, മറിച്ച് ഒരു സംസ്കാരം.